ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പേഡിയം. കാർപ്പേഡിയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണ്. കാരണം നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഹിസ്റ്ററി എക്സാം, ഹിസ്റ്ററി എക്സാം നടക്കുകയാണ്. ഓൺലൈനിലായിരിക്കും. എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു എക്സാം. സോ അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 25 ചോദ്യം വരുന്നൊരു MCQ സെറ്റാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് റെഡിയാകുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഫൈനലി ഞാൻ ആൻസർ കീ പറയാം. സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം നോക്കാവുന്നതാണ്. സോ എല്ലാവരും പേനും പേപ്പർ എടുക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ 1, 2 പറഞ്ഞിട്ട് ABCD ഞാൻ മാത്രമേ പറയുള്ളൂ. അവസാനം ആൻസർ കീ. സോ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോയാലേ നിങ്ങൾക്ക് ആൻസർ കീ മനസ്സിലാവുള്ളൂ. ആൻസർ കീ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ഇതിനെല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യുക കാണുന്ന എല്ലാവരും. കാരണം വളരെ കുറച്ച് ലൈക്കാണ് ഇത്തരത്തിലുള്ള വീഡിയോക്ക് കിട്ടുള്ളൂ. കുറച്ച് ആളുകളെ ഇത് കാണുള്ളൂ. കാരണം ഹിസ്റ്ററി പോലുള്ള എക്സാമുകളൊന്നും ഒരു ജനറലി വലിയൊരു ബേസുള്ള എക്സാമല്ല. അത്രയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു എക്സാമാണ്. സോ അത്രയും ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് അവസാനം കിട്ടിയത് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 5 സെക്കൻഡ് തരും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്നിട്ട് നോക്കുക 25 എത്ര ലഭിക്കുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് 100 മാർക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് കൺസിഡേർഡ് ദി ഫൗണ്ടർ ഓഫ് അന്നൽ സ്കൂൾ ഓഫ് ഹിസ്റ്ററിയോഗ്രാഫി? അന്നൽ സ്കൂൾ ഓഫ് ഹിസ്റ്ററിയോഗ്രാഫിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ബ്ലോക്ക്, ഫെർണാണ്ട് ബ്രൂഡൽ, ലൂസിയൻ ഫെബ്രറെ, ജോർജ് ഡ്യൂബെ. ഇതിലാരാണ് അന്നൽ സ്കൂളിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? 5 സെക്കൻഡ് ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിനി സമയം തികയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് മൈനസ് ചെയ്തിട്ട് കാണുക, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് പോസിറ്റിവിസം ഇൻ ഹിസ്റ്ററിയോഗ്രാഫി? ഹിസ്റ്ററിയോഗ്രാഫിയിൽ പോസിറ്റിവിസം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, എംഫസിസ് ഓൺ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, യൂസ് ഓഫ് എ സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് എംപിരിക്കൽ എവിഡൻസ്, ഫോക്കസ് ഓൺ ദി നറേറ്റീവ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഓപ്ഷൻ ഡി, എംഫസിസ് ഓൺ ദി റോൾ ഓഫ് ഗ്രേറ്റ് ഇൻഡിവിജ്വൽസ്. ഇതിൽ ഏതാണ് പോസിറ്റിവിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? എംഫസിസ് ഓൺ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, സയൻറ്റിഫിക് മെത്തേഡ് ഇൻ എംപിരിക്കൽ എവിഡൻസ്, നറേറ്റീവ്സ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്, എംഫസിസ് ഓൺ ഗ്രേറ്റ് ഇൻഡിവിജ്വൽസ്. ഇതിലേതാണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ സ്കൂൾ എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഇൻ ഹിസ്റ്ററി? ചരിത്രത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ, താഴെപ്പെട്ടിരുന്ന ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തിയിരുന്ന ചരിത്രം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് മാർക്സിസ്റ്റ്, ഓപ്ഷൻ ബി അനൽസ്, ഓപ്ഷൻ സി സബാൾട്ടൺ, ഓപ്ഷൻ ഡി പോസ്റ്റ് മോഡേൺ. ഏതാണ് എന്ന് ഉത്തരം എഴുതാം. നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, ഹു റോട്ട് ദി ആർക്കിയോളജി ഓഫ് നോളേജ്? ആർക്കിയോളജി ഓഫ് നോളേജ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആർക്കിയോളജി ഓഫ് നോളേജ് എന്ന പുസ്തകം ആരുടേതാണ്? ഓപ്ഷൻ എ മൈക്കൽ ഫൂക്കോൾട്ട്, ഓപ്ഷൻ ബി ജാക്കിസ് ഡെറിഡ, ഓപ്ഷൻ സി EP തോംസൺ, ഓപ്ഷൻ ഡി ക്ലിഫോർഡ് ഗീറ്റ്സ്. ആരാണെന്ന് ഉത്തരം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദി ഫോളോയിങ് ഹിസ്റ്റോറിയൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ആവിർഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലുള്ള ഹിസ്റ്റോറിയൻസിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ പട്ടികപ്പെടുത്തുക. ആരൊക്കെയാണെന്ന് നോക്കാം. 1 ലിയോപോൾഡ് വോൺ റാങ്കെ, മാർക്ക് ബ്ലോക്ക്, ഫെർണാണ്ട് ബ്രൂഡൽ, മൈക്കൽ ഫൂക്കോൾട്ട്. അവരുടെ ക്രോണോളജിയുടെ അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. ഓപ്ഷൻ എ 1, 2, 3, 4, അതായത് റാങ്കെ, മാർക്ക് ബ്ലോക്ക്, ബ്രൂഡൽ, ഫൂക്കോൾട്ട് ഇങ്ങനെയാണോ? ദെൻ ഓപ്ഷൻ ബി 1, 3, 2, 4, ഓപ്ഷൻ സി 1, 4, 3, 2, ഓപ്ഷൻ ഡി 1, 2, 4, 3. 1, 2, 3, 4, 1, 3, 2, 4, 1, 4, 3, 2, 1, 2, 4, 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിവിലൈസേഷൻ ഈസ് നോൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് സിഗുറാറ്റ്സ്? സിഗറാറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കൺസ്ട്രക്ഷന് പേര് കേട്ടിരുന്നത് ഏത് സിവിലൈസേഷൻ്റെ ഭാഗമാണ് സിഗറാത്ത്
എന്നുള്ളത് മനസ്സിലാക്കിയാൽ അതിന് ഉത്തരം എഴുതാം. ഓപ്ഷൻ എ ഈജിപ്ഷ്യൻ, ഓപ്ഷൻ ബി സിമേറിയൻ, ഓപ്ഷൻ സി ഇൻഡസ് വാലി, ഓപ്ഷൻ ഡി മിനോൺ. സിഗുറാറ്റ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്? ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ദ ടേം റെനൈസൻസ്, റെനൈസൻസ് എന്ന ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? റീബർത്ത്, ഓപ്ഷൻ ബി റെവല്യൂഷൻ, ഓപ്ഷൻ സി റിഫോം, ഓപ്ഷൻ ഡി റിവൈവൽ. വാട്ട് ഈസ് റെനൈസൻസ്? റീബർത്ത് ആണോ, റെവല്യൂഷൻ ആണോ, റിഫോം ആണോ, റിവൈവൽ ആണോ എന്ന് ഉത്തരം രേഖപ്പെടുത്തുക. എട്ടാമത്തെ ചോദ്യം നോക്കാം. ദി ട്രീറ്റി ഓഫ് വേഴ്സലൈസ് വാസ് സൈൻഡ്. വേഴ്സായ് ഉടമ്പടി എന്നറിയപ്പെടുന്ന വേഴ്സൈൽസ് ഉടമ്പടി സൈൻ ചെയ്തത് വർഷം എന്നാണ്? ഓപ്ഷൻ എ 1918, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1920, ഓപ്ഷൻ ഡി 1921. വേൾഡ് വാർ ഫസ്റ്റിന് ശേഷമാണല്ലേ? സോ എന്നായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തുക. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈസ് കറക്റ്റ്? ഇൻകറക്റ്റ്, തെറ്റായത് ഏതാണെന്ന് ചോദിക്കും. ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട തെറ്റായത് ഏതാണ്? നിങ്ങൾ ഈ ശരിയാണോ തെറ്റാണെന്ന് ആദ്യം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരുമ്പോൾ തന്നെ ഓൺലൈനായിരിക്കും, അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്കുള്ളൊരു ഷീറ്റ് എഴുതാനുള്ള ഷീറ്റിൽ തന്നെ എഴുതുക ഇൻകറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഉള്ളത് മാർക്ക് ചെയ്ത് മാർക്ക് കളയും. സോ ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ബിഗാൻ ഇൻ ബ്രിട്ടനിലാണോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചത്? ശരിയാണെങ്കിൽ അതിൽ പെടുന്നതല്ല, കാരണം ഇൻകറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് മാർക്ക്ഡ് എ ഷിഫ്റ്റ് ഫ്രം അഗ്രേറിയൻ എക്കോണമീസ് ടു ഇൻഡസ്ട്രിയൽ. അഗ്രേറിയനിൽ നിന്നും ഇൻഡസ്ട്രിയലിലേക്ക് മാറിയിരുന്നോ? ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ് ദി യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം വർദ്ധിപ്പിച്ചോ ഇത്? ഇറ്റ് ഹാഡ് നോ ഇമ്പാക്റ്റ് ഓൺ ദി സോഷ്യൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സോഷ്യൽ സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിലേതാണ് തെറ്റായത് എന്നുള്ളത്? ശരിയാണ്. ഇതിൽ തെറ്റായതാണ് ശരി. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ബെർലിൻ കോൺഫറൻസ് 1884 മുതൽ 85 വരെ ഉണ്ടായ ബെർലിൻ കോൺഫറൻസ് എന്തിനായിരുന്നു കൺവീൻഡ് ടു? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? ഓപ്ഷൻ എ അഡ്രസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദി കൊളോണിയലൈസേഷൻ ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ കൊളോണിയലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിരുന്നു. എൻഡ് ദി ഫ്രാൻകോ പ്രഷ്യൻ വാർ, ഫ്രാൻസും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു. എസ്റ്റാബ്ലിഷ് എ കോമൺ യൂറോപ്യൻ കറൻസി, ഒരു കോമൺ യൂറോപ്യൻ കറൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഡിസ്കസ് ദി യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട ജർമ്മനിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു ബെർലിൻ കോൺഫറൻസ് നടന്നത്. ശരിയായ ഉത്തരം രേഖപ്പെടുത്തുക. 11ാമത്തെ ചോദ്യം. ദ ഋഗ്വേദ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് വേദിക് ലിറ്ററേച്ചർ? ഏത് വേദിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടതാണ് ഋഗ്വേദ? സംഹിതാസ് ആണോ, ബ്രാഹ്മണാസ് ആണോ, ആരണ്യകാസ് ആണോ, ഉപനിഷത്സ് ആണോ? കറക്റ്റായിട്ടല്ല, ഇതിലേറ്റവും സ്യൂട്ടായിരിക്കുന്നത് ഋഗ്വേദത്തിനോട് സ്യൂട്ടായിട്ടുള്ളത് ഏതാണെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഋഗ്വേദ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് വേദിക് ലിറ്ററേച്ചർ? ഓപ്ഷൻ എ സംഹിത, ഓപ്ഷൻ ബി ബ്രാഹ്മണ, ഓപ്ഷൻ സി ആരണ്യക, ഓപ്ഷൻ ഡി ഉപനിഷത്സ്. ഇത് കൺഫ്യൂസിങ് ആണ്, നമുക്കിത് മാറ്റിയിട്ട് ഓപ്ഷൻ എ വേദാസ്, ഓപ്ഷൻ ബി ബ്രാഹ്മണാസ്, ഓപ്ഷൻ സി ആരണ്യകാസ്, ഓപ്ഷൻ ഡി ഉപനിഷത്സ് എന്നും ആക്കാം. സോ അതിനനുസരിച്ച് ഉത്തരം എഴുതിയാലും മതി. അടുത്തത് 12ാമത്തെ ചോദ്യം. ദി ആൻഷ്യന്റ് സിറ്റി ഓഫ് പാടലിപുത്ര വാസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ് വിച്ച് റിവർ? പുരാണ ക്യാപിറ്റലൊക്കെ ആയിരുന്ന പാടലിപുത്ര എന്നറിയപ്പെടുന്നത് ഏത് നദിയുടെ തീരത്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി യമുന, ഓപ്ഷൻ സി സരസ്വതി, ഓപ്ഷൻ ഡി ഗോദാവരി. നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്തുക. 13ാമത്തെ ചോദ്യം. ദി ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഭക്തി സെയിൻറ്റ്? ഓപ്ഷൻ എ കബീർ ദാസ്, ഓപ്ഷൻ ബി മീരാബായി, ഓപ്ഷൻ സി ആൽവാർസ്, ഓപ്ഷൻ ഡി തുളസിദാസ്. ഭക്തി മൂവ്മെൻറ്റ് സൗത്ത് ഇന്ത്യയിൽ ആരാണ് സൗത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഭക്തി സെയിൻറ്റ് എന്ന് രേഖപ്പെടുത്തുക. 14ാമത്തെ ചോദ്യം. വിച്ച് സുൽത്താൻ ഓഫ് ഡൽഹി ഷിഫ്റ്റഡ് ദി ക്യാപിറ്റൽ ഫ്രം ഡൽഹി ടു ദൗലത്താബാദ്? ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത സുൽത്താനേറ്റ്
രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ ബി ഘിയാസുദ്ദീൻ തുഗ്ലക്, ഓപ്ഷൻ സി മുഹമ്മദ് ബിൻ തുഗ്ലക്, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ തുഗ്ലക്. ആരായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തുക. 15ാമത്തെ ചോദ്യം. ഹു വാസ് ദി വൈസ്രോയി ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905? 1905 ആരായിരുന്നു ഇന്ത്യയുടെ ബംഗാൾ പാർട്ടീഷൻ്റെ സമയത്ത് വൈസ്രോയി ഇന്ത്യയിൽ ആരായിരുന്നു? ഓപ്ഷൻ എ ലോർഡ് കഴ്സൺ, ഓപ്ഷൻ ബി ലോർഡ് മിൻറ്റോ, ഓപ്ഷൻ സി ലോർഡ് ഹാർഡിഞ്ച്, ഓപ്ഷൻ ഡി ലോർഡ് ചെംസ്ഫോർഡ്. ആരായിരുന്നു 1905 ഇന്ത്യയുടെ വൈസ്രോയി? 16ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. ദി സൈമൺ കമ്മീഷൻ വാസ് ബോയ്ക്കോട്ടഡ്. സൈമൺ കമ്മീഷൻ 1927, 28, 29. എന്തുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബോയ്ക്കോട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇറ്റ് ഡിഡ് നോട്ട് ഇൻക്ലൂഡ് എനി ഇന്ത്യൻ മെമ്പേഴ്സ്. അതിൽ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല. ഇറ്റ് എയിംഡ് ടു ഡിവൈഡ് ഇന്ത്യ. അത് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് അതിനെ ഇങ്ങോട്ട് നിയമിച്ചത്. ഇറ്റ് പ്രപ്പോസ്ഡ് റിപ്രസീവ് മെഷേഴ്സ്. ഇത് ഇന്ത്യക്കെതിരായിട്ട് ഒരുപാട് മെഷേഴ്സ്, ഇന്ത്യയെ തരം താഴ്ത്താനുള്ള അടിച്ചമർത്താനുള്ള ഒരുപാട് മെഷേഴ്സ് പ്രപ്പോസ് ചെയ്തു. എന്തുകൊണ്ടായിരുന്നു? മെയിൻ റീസൺ എന്തായിരുന്നു സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള കാരണം? 17 ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നാണ് ആരംഭിച്ചത്? 1930, 1935, 1942, 1947. സിമ്പിൾ ക്വസ്റ്റ്യൻ. 18 വിച്ച് ഓഫ് ദി ഫോളോയിങ് റൂളേഴ്സ് ഈസ് നോൺ ഫോർ ഹിസ് എക്സ്റ്റെൻസീവ് ട്രേഡ് റിലേഷൻ വിത്ത് ദി റോമൻ എംപയർ? റോമൻ എംപയേഴ്സുമായി ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തിയിരുന്ന രാജാവുകാരാണ് സൗത്ത് ഇന്ത്യയിൽ? ഓപ്ഷൻ എ ചേരൻ കിങ് ചെങ്കുട്ടവൻ, ചെർമാൻ പെരുമാൾ, ദി ലാസ്റ്റ് ചേര റൂളർ, സ്ഥാണുരവി വർമ്മ, ഉദയ മാർത്താണ്ഡ വർമ്മ. ഇതിലാരാണ് റോമൻ എംപയറുമായിട്ട് കൂടുതലായിട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ കേരള രാജാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ഉത്തരം എഴുതി എന്ന് വിചാരിക്കുന്നു. 19 ദി പോർച്ചുഗീസ് എക്സ്പ്ലോറർ വാസ്കോ ഡി ഗാമ ഫസ്റ്റ് ലാൻഡഡ് ഇൻ കേരള അറ്റ്? എവിടെയാണ് പോർച്ചുഗീസ് എക്സ്പ്ലോറർ വാസ്കോ ഡി ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത്? ഓപ്ഷൻ എ കൊച്ചി, കാലിക്കറ്റ്, കൊല്ലം, കണ്ണൂർ. ഈസി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 20 ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കേരള റെനൈസൻസ്? കേരള റെനൈസൻസിൻ്റെ പിതാവ് ആരാണ്? ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദിർ മൗലവി. വെരി ഈസി. 21 ദി ഫേമസ് സോഷ്യൽ റിഫോമർ അയ്യങ്കാളി വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് കമ്മ്യൂണിറ്റി കേരള? ഏത് കമ്മ്യൂണിറ്റിയിലാണ് അയ്യങ്കാളി വരുന്നത്? അല്ലെങ്കിൽ ആരുടെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി നിലനിന്നത്? ഓപ്ഷൻ എ ഇഴവ, ഓപ്ഷൻ ബി പുലയ, ഓപ്ഷൻ സി നായർ, ഓപ്ഷൻ ഡി ബ്രാഹ്മൺ. ഏത് കമ്മ്യൂണിറ്റിയിലായിരുന്നു അയ്യങ്കാളി? 22 ദി LPG റിഫോം ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി സ്റ്റാൻഡ് ഫോർ? വാട്ട് ഈസ് LPG റിഫോം? 1992 LPG റിഫോം എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗവേണൻസ്, ലിബറലൈസേഷൻ, പബ്ലിസിറ്റി, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പബ്ലിസിറ്റി, ഗവേണൻസ്. ഇതിലേതാണ് LPG വേറൊന്നുണ്ട്, അതാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ദ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യയിലെ LPG ആണ്. ദി ചോള ഡൈനാസ്റ്റി വാസ് നോൺ ഫോർ? എന്തിനാണ് ചോള ഡൈനാസ്റ്റി അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ നേവൽ പവർ ആൻഡ് ഓവർസീസ് കോൺക്വസ്റ്റേഴ്സ്, ഓപ്ഷൻ ബി ആർക്കിടെക്ചറൽ അച്ചീവ്മെൻറ്റ്സ്, ഓപ്ഷൻ സി പാട്രണേജ് ഓഫ് തമിഴ് ലിറ്ററേച്ചർ, ഓപ്ഷൻ ഡി ഇതെല്ലാം. എന്താണ് ചോള ഡൈനാസ്റ്റി അറിയപ്പെട്ടത്? 24 അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അവസാനത്തെ ചോദ്യത്തിന് മുമ്പുള്ള ചോദ്യമാണ് 24. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഈസ് കണ്ടക്റ്റഡ്. എന്താണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്? എപ്പോഴാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? ഓപ്ഷൻ എ അറ്റ് ദി എൻഡ് ഓഫ് അക്കാഡമിക് ഇയർ, അതായത് ഒരു അക്കാഡമിക് ഇയറിൻ്റെ അവസാന ഘട്ടത്തിൽ, ഡ്യൂറിങ് ദി ലേണിംഗ് പ്രോസസ്, ത്രൂ ഔട്ട്,
ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക്, ബിഫോർ ദി കമൻസ്മെൻറ്റ് ഓഫ് എ കോഴ്സ്, ഒരു കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ്. ഇവയൊന്നുമല്ല. ഇതിലേതാണ് ശരിയായ ഉത്തരം? അടുത്തത് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹൈപ്പോത്തിസിസ്. എന്താണ് ഒരു ഹൈപ്പോത്തിസിസ്? എ പ്രൂവൺ ഫാക്ട്, എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്, എ ജനറലൈസേഷൻ, ആൻ ഒബ്സർവേഷൻ. എന്താണ് ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് എല്ലാവർക്കും അറിയായിരിക്കും. സോ നമുക്ക് ആൻസർ കീ നോക്കാം. അടുത്തത് ആൻസർ കീ നോക്കാം. എല്ലാവരും ഉത്തരം എല്ലാം എഴുതി പോസ് ചെയ്ത് ബാക്ക് അടിച്ച് ഉത്തരം എഴുതിയതിന് ശേഷം മാത്രം കാണുക ആൻസർ കീ. ആൻസർ കീയിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ 1 സി ആണ്, 2 ബി, 3 സി, 4 എ, 5 എ. 1 സി, 2 ബി, 3 സി, 4 എ, 5 എ. 6 ബി, 7 എ, 8 ബി, 9 ഡി, 10 എ, 11 എ. 6 ബി, 7 എ, 8 ബി, 9 ഡി, 10 എ, 11 എ. 12 എ, 13 സി, 14 സി, 15 എ, 16 എ, 17 സി. 12 എ, 13 സി, 14 സി, 15 എ, 16 എ, 17 സി. 18 എ, 19 ബി, 20 ബി, 21 ബി, 22 എ. 18 എ, 19 ബി, 20 ബി, 21 ബി, 22 എ. 23 ഡി, 24 ബി, 25 ബി. 23 ഡി, 24 ബി, 25 ബി. ഓക്കെ അല്ലേ? സോ ഒരിക്കൽ കൂടി നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. ഹു ഈസ് കൺസിഡേർഡ് ദി ഫൗണ്ടർ ഓഫ് ആനുവൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി? ഓപ്ഷൻ സി, ലൂയിസ് ഫെബ്രുവരി ആണ് ആനുവൽ സ്കൂളിൻ്റെ പിതാവ്. 2 എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് പോസിറ്റീവ്സ് ഇൻ ഹിസ്റ്റോഗ്രഫി? എന്താണ്? യൂസ് ഓഫ് എ സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് എംപിരിക്കൽ എവിഡൻസ്. അതാണ് പോസിറ്റീവ്സും കൊണ്ട് അർത്ഥമാക്കുന്നത്. 3 വിച്ച് ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ സ്കൂൾ എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഇൻ ഹിസ്റ്ററി? സബാൾട്ടൺ സ്റ്റഡീസ് ആണല്ലേ ലോക്കൽ പീപ്പിൾസിൻ്റെ ഹിസ്റ്ററി ഒക്കെ പറയാൻ തുടങ്ങിയത്. രഞ്ജിത്ത് ഗുഹ, രാമചന്ദ്ര ഗുഹ ഒക്കെ അറിയില്ലേ? ദെൻ 4 ഹു റോട്ട് ദി ആർക്കിയോളജി ഓഫ് നോളേജ്? ആർക്കിയോളജി ഓഫ് നോളേജ് എഴുതിയത് ആരാണ്? മൈക്കൽ ഫുക്കോൾട്ടാണ് എഴുതിയത്. 5 അറേഞ്ച് ദി ഹിസ്റ്റോറിയൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. 5 കറക്റ്റാണ് തന്നിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ ഓർഡർ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. 6 വിച്ച് സിവിലൈസേഷൻ ഈസ് നോൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് സിഗ്ഗുറാത്സ്? സിഗ്രാത്തിൻ്റെ കൺസ്ട്രക്ഷന് പേര് കേട്ടിരുന്നത് മെസപ്പൊട്ടോമിയൻസ് അഥവാ സുമേറിയൻസ് ആയിരുന്നു. 7 ദി ടേം റെനൈസൻസ്. റെനൈസൻസ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? റീബർത്ത് ആണ് റെനൈസൻസ്. 8 ദി ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വാസ് സൈൻഡ്. വേഴ്സൈൽസ് ട്രീറ്റി ഒപ്പുവെച്ചത് എന്നാണ്? 1919 ട്രീറ്റി ഒപ്പുവെച്ചത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? ഇറ്റ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. സോഷ്യൽ സ്ട്രക്ചറിലൊക്കെ അടിമുടി മാറ്റം ഉണ്ടാക്കിയില്ല. ഇന്ത്യയിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. സോ അത് തെറ്റായതായിരുന്നു. 10 ബെർലിൻ കോൺഫറൻസ്. 84-85 ബെർലിൻ കോൺഫറൻസ് എന്തിനായിരുന്നു? ആഫ്രിക്കയിലെ കൊളോണിയലൈസേഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു ബെർലിൻ കോൺഫറൻസ്. 1884-85 ബെർലിൻ കോൺഫറൻസ്. അടുത്തത് ദി ഋഗ്വേദ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് വേദിക് ലിറ്ററേച്ചർ? അത് സംഹിത എന്ന് പറയാം, അല്ലെങ്കിൽ വേദ എന്ന് ഞാൻ മാറ്റിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സംഹിതേസാണ്, വേദത്തിൻ്റെ ഭാഗമാണ് സംഹിതാസ്. ദി ആൻഷ്യന്റ് സിറ്റി ഓഫ് പാടലിപുത്ര വാസ് സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ് വിച്ച് റിവർ? ഏത് നദിക്കരയിലാണ് പാടലിപുത്ര? ഗംഗാ നദിക്കരയിലാണ് പാടലിപുത്ര. ഗംഗാ നദിക്കരയിലാണ്. അടുത്തത് ദി ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടത് ആൾവാർസാണ്. ഇതൊരാളല്ല, ആൾവാർസാണ്. ആൾവാർസ് ആൻഡ് നയനാർസിൽ ആൾവാർസാണ് സൗത്ത് ഇന്ത്യയിൽ. നോർത്ത് ഇന്ത്യയിൽ നയനാർസും ഉണ്ട്. വിച്ച് സുൽത്താൻ ഓഫ് ഡൽഹി ഷിഫ്റ്റഡ് ദി ക്യാപിറ്റൽ ഫ്രം
ഡൽഹി ടു ദൗലത്താബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ബുദ്ധിമാനായ വിഡ്ഢിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നറിയപ്പെട്ടത്. ഹു വാസ് ദി വൈസ്രോയ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാളിൻ്റെ സമയത്ത് കേഴ്സൺ പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ്. സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യാനുണ്ടായ കാരണം ഇന്ത്യൻസായിട്ട് ആരും അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിൻ കാരണം. ഓപ്ഷൻ എ. 17 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത് 42 ഓഗസ്റ്റ് 9. വിച്ച് ഓഫ് ദി ഫോളോയിങ് റൂളർ ഈസ് നോൺ ഫോർ ഹിസ് എക്സ്റ്റെൻസീവ് ട്രേഡ് റിലേഷൻ വിത്ത് ദി റോമൻ എംപയർ. റോമൻ എംപയറുമായി ചേരൻ സെങ്കുട്ടവൻ ആയിരുന്നു. റോമൻസിനായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. അടുത്തത് 19. പോർച്ചുഗീസ് എക്സ്പ്ലോറർ വാസ്കോ ഡി ഗാമ ഫസ്റ്റ് ലാൻഡ് ഇൻ കേരള അറ്റ് കാലിക്കറ്റ് 1498. Who is known as the father of Kerala Renaissance? ശ്രീനാരായണ ഗുരു. അയ്യങ്കാളി ഏതിലായിരുന്നു? പുലയ വിഭാഗത്തിലായിരുന്നു. ദ ടേം LPG റിഫോം എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നരസിംഹറാവു ആൻഡ് മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ്. ചോള ഡൈനാസ്റ്റി വാസ് നോൺ ഫോർ ഇറ്റ്സ്. ചോള ഡൈനാസ്റ്റി എന്തിനായിരുന്നു കൂടുതൽ? ഇതെല്ലാം നേവൽ പവറിൽ ഭയങ്കരമായിരുന്നു. ചോള ഡൈനാസ്റ്റി, രാജരാജ ചോള, രാജേന്ദ്ര ചോള. ദെൻ ആർക്കിടെക്ചറൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ദെൻ പാട്രണേജ്, തമിഴ് ലിറ്ററേച്ചറിൽ പാട്രണേജ് ഉണ്ടായിരുന്നു. തമിഴ്സിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അവർ. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എപ്പോഴാണ് നടത്തുന്നത്? ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത് ഒരു ത്രൂ ഔട്ട് ദി ലേണിംഗ് പ്രോസസ്സാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു പഠനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹൈപ്പോത്തിസിസാണ്, ഒരു അനുമാനമാണ്, ഒരു നിഗമനമാവാം. പക്ഷേ അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്, എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന്. നാളെ മറ്റൊരു സെറ്റായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടത് എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിൽ ആ 10 പേര് ലൈക്ക് എനിക്ക് കിട്ടിയിരിക്കണം. സോ അത് അപ്പോഴേ നമുക്ക് അടുത്തൊരു സെറ്റ് കുറച്ചുകൂടി ടഫായിട്ട് നമുക്ക് ഇടാം, അടുത്തൊരു സെറ്റ് എന്ന് തോന്നുന്നു. വളരെ ഈസി ആയിപ്പോയി എന്ന് തോന്നുന്നു. സോ മാക്സിമം സ്കോർ ഒരു 20 സ്കോർ എല്ലാവർക്കും ഉണ്ടാവും, അല്ലെങ്കിൽ 20ൻ്റെ മുകളിൽ എല്ലാവർക്കും ഉണ്ടാവും. സോ നെക്സ്റ്റ് നമുക്ക് സെറ്റ് ഒരു ടഫാക്കും.